ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഒരു 7 ചോദ്യങ്ങൾ ചോദിക്കാം. ഈ 7 ചോദ്യങ്ങളിൽ ഒരു 4 ചോദ്യങ്ങൾക്കെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് അതെ എന്നാണ് ഉത്തരം വരുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഫാറ്റി ലിവർ ഉൾപ്പെടെയുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾ ഡോക്ടറുമായിട്ട് സംസാരിക്കേണ്ട ഒരു സമയമായിട്ടുണ്ടെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണുക. 7 ചോദ്യങ്ങളുടെ ഉത്തരവും നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര വട്ടം അതെ എന്ന് വന്നു? 4 വട്ടാണോ 5 വട്ടാണോ? അതോ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാളാണോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തിനാണ് കമന്റ് ചെയ്യാൻ പറയുന്നതെന്ന് കൂടി പറയാം. നമ്മൾ പലപ്പോഴും ലിവറിനൊക്കെ ഒരു അസുഖം വരുമ്പം അത് ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലാണ് പലപ്പോഴും അത് തിരിച്ചറിയുന്നത്. നമ്മുടെ OPD യിൽ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്, ഫാറ്റി ലിവർ ആയിട്ടൊക്കെ വരും. അത് പക്ഷേ പലപ്പോഴും ഒരു ആക്സിഡന്റൽ ആയിട്ട് അവർ സ്കാൻ ചെയ്യുമ്പോൾ, മറ്റെന്തെങ്കിലും അസുഖത്തിനൊക്കെ സ്കാൻ ചെയ്യുന്ന സമയത്ത് വളരെ അവിചാരിതമായിട്ടായിരിക്കും ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിയുന്നത്. ഗ്രേഡ് 1 ഒക്കെ ആയിരിക്കും. പക്ഷെ അപ്പോഴും അത് ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ്. ഗ്രേഡ് 1 അല്ലേ, അത് നിസ്സാരമാണെന്ന് പറഞ്ഞ് അത് തള്ളിക്കളയാണ് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഫാറ്റി ലിവർ ഉണ്ടായിട്ട് അത് അറിയാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ സ്കാൻ ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ആക്സിഡന്റൽ ആയിട്ട് അറിയുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടായിട്ടും സ്കാൻ ചെയ്യാതെ ബ്ലഡ് ടെസ്റ്റുകൾ ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയമായിരിക്കുന്നു, ഒരു ഡോക്ടറെ കാണേണ്ട സമയമായിരിക്കുന്നു എന്നൊക്കെ തിരിച്ചറിയാനായിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ലിവറിന്റെ കാര്യം പറയുമ്പം പലപ്പോഴും നമ്മൾ പണ്ടത്തെയൊക്കെ അമ്മമാരില്ലേ, അമ്മമാര് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലാണ് അത് വീട്ടില് ആളുകളോട് പറയുക. അവർക്ക് തീരെ വയ്യാണ്ടാവുമ്പോ ആദ്യത്തെ സ്റ്റേജിലൊന്നും അവർ പറയില്ല, അതൊക്കെ അവർ സഹിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് അവസാനം ഏറ്റവും മൂർധന്യ അവസ്ഥയിലാവുമ്പോൾ നമുക്കിനി ചികിത്സിച്ചാലും ഇനിയിപ്പോ വലുതായിട്ട് നമുക്ക് റിലീഫ് കിട്ടില്ല എന്നുള്ളൊരു സ്റ്റേജ് ആവുമ്പോഴായിരിക്കും അവരെ തുറന്നു പറയുക. അതുപോലെയാണ് നമ്മുടെ ലിവറിന്റെ ഒരു അവസ്ഥ. ഏറ്റവും ആദ്യം തുടക്കത്തിലൊന്നും നമുക്ക് കാര്യമായിട്ട് ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഒക്കെ ആവുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ലക്ഷണങ്ങളൊന്നും നമ്മൾ ചിലപ്പോൾ അവഗണിച്ചുകൊണ്ട് പോകും. പിന്നെ തീരെ വയ്യാണ്ടാവുമ്പോഴായിരിക്കും നമ്മൾ പോയി നോക്കുമ്പോൾ ഇത് ലിവറിനാണ് പ്രശ്നം, പക്ഷെ ഇത് ഒരുപാട് അധികമായിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ തിരിച്ചറിയാണ്ട് പോകരുത്. നമ്മൾ ഇത് ആദ്യമേ തിരിച്ചറിയണം, വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും കൂടിയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് അറിയോ? നമ്മൾ ഈ ഫാറ്റി ലിവർ ഗ്രേഡ് 1, 2 എന്നൊക്കെ പറയുന്നതാണെങ്കിൽ നമുക്കത് റിവേഴ്സിബിൾ ആണെന്നുള്ളതാണ്. നമുക്കത് തിരിച്ചു കൊണ്ടുവരാം. അതിന്റെ ഒരു പഴയ സ്ഥിതിയിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. നമ്മുടെ ഡയറ്റ് കറക്ഷനും ലൈഫ് സ്റ്റൈലും മെഡിസിൻസും ഇതിന്റെയൊക്കെ ഒരു ഒരു എന്താ പറയാ, ഒരു സംയോജിതമായിട്ടുള്ള ഒരു മാറ്റം വരുത്തലുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു പഴയ സ്ഥിതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു ചെക്കപ്പ് എടുത്ത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ലിവർ ഹെൽത്തി ആണോ എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടും ഇനി നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാനായിട്ടും നമ്മളുടെ ഫാറ്റി ലിവർ റിവേഴ്സൽ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ സ്റ്റേജുകളിലൊക്കെ ആണെങ്കിൽ പല ആൾക്കാരും ഇത് നെഗ്ലക്ട് ചെയ്യും, അവഗണിക്കും, കുഴപ്പമില്ല എന്ന് വിചാരിക്കും. അപ്പൊ ഇത് വീണ്ടും പ്രോഗ്രസ് ചെയ്ത് ഫാറ്റി ലിവർ 1 എന്നുള്ളത് ഗ്രേഡ് 2 ആവും, ഗ്രേഡ് 3 ആവും, പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരെ ആയിപ്പോവും. അപ്പൊ അങ്ങനെയൊന്നും ആയി പോവാണ്ടിരിക്കട്ടെ, എല്ലാവരും ആദ്യഘട്ടങ്ങളിൽ തന്നെ തിരിച്ചറിയുക, വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ടും നിങ്ങൾക്ക് ക്ഷീണം തോന്നാറുണ്ടോ? നിങ്ങൾ കൃത്യമായിട്ട് ഒരു 7-8 മണിക്കൂറൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ദിവസം മുഴുവൻ ഒരു ക്ഷീണം അനുഭവപ്പെടാറുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഈ ക്ഷീണം ഉണ്ടെങ്കിൽ അത് ഫാറ്റി ലിവർ തന്നെ ആയിക്കൊള്ളണമെന്നൊന്നും ഇല്ല കേട്ടോ. പല അസുഖങ്ങൾക്കും നമുക്ക് ക്ഷീണം ഒരു ലക്ഷണമായിട്ട് ഉണ്ടാവും. നമ്മളത് അവഗണിക്കരുത് എന്നുള്ളതാണ്. ഇപ്പൊ ഫാറ്റി ലിവർ പറയുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ഈ ഒരു എനർജി, ഒരു ഉത്സാഹം നമ്മൾക്ക് തരാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അവയവമാണ് നമ്മളുടെ ഈ കരൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫാറ്റി ലിവർ, കരളിൽ കൂടുതലായിട്ട് കൊഴുപ്പ് കെട്ടിക്കിടക്കുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ഷീണം തോന്നാനും ഒരു എനർജി കുറവ്, ഉത്സാഹമില്ലായ്മ തോന്നാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ അത് അവഗണിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലൊന്ന് സ്കോർ കൗണ്ട് ചെയ്യുക, നിങ്ങൾക്ക് അതേന്ന് വരുന്നുണ്ടോ എന്നുള്ളത്. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എത്ര തവണ നിങ്ങൾക്ക് അതേന്ന് സ്കോർ വന്നു എന്നുള്ളത് കമന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്. ഇതെന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറഞ്ഞ പോലെ തോന്നാറുണ്ടോ? ഗ്യാസ് വരുന്ന പോലെ, അല്ലെങ്കിൽ വയറ് വീർത്തിരിക്കുന്ന പോലെ, കൂടുതൽ അളവിൽ, അല്ലെങ്കിൽ കൂടുതൽ എന്നല്ല, ആവശ്യത്തിന് ഭക്ഷണം പോലും കഴിക്കാണ്ട് വളരെ കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും വയറ്
പറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും അത് അവഗണിക്കരുത്. ഭക്ഷണം കുറച്ചേ കഴിക്കുന്നുള്ളൂ ഞാൻ, അത് നല്ലതല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ അവഗണിക്കാൻ പാടില്ല. നമ്മളുടെ ശരീരത്തിൽ മെറ്റബോളിസം ഒന്നും കറക്റ്റ് ആവാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് അപ്പറ്റൈറ്റ്, നമ്മുടെ വിശപ്പും ഈ പറഞ്ഞ ഡൈജഷൻ ഒന്നും പ്രോപ്പർ അല്ലാണ്ടിരിക്കുക. അപ്പൊ അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾക്ക് അങ്ങനെ വളരെ കുറച്ച് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും വയറ് വീർപ്പും ഗ്യാസിന്റെ ബുദ്ധിമുട്ടും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കാര്യമായിട്ട് എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കഴുത്തിന് പിന്നിലായിട്ടോ കക്ഷത്തിലായിട്ടോ ഒക്കെ കൂടുതലായിട്ട് കറുപ്പ് നിറം വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ചില ആൾക്കാരൊക്കെ ഇത് അഴുക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളയാറുണ്ട്. പക്ഷെ അത് അഴുക്കൊന്നും ആയിക്കൊള്ളുന്നില്ല. എത്ര നിങ്ങൾ തേച്ച് കുളിച്ച് നോക്കിയാലും അത് പോകുന്നില്ല. കാരണം അത് നമ്മുടെ ശരീരത്തിൽ ചില ഹോർമോണിന്റെ പ്രശ്നം കൊണ്ടൊക്കെ വരാം, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് വരാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു കറുപ്പ് നിറം നമുക്ക് കഴുത്തിലൊക്കെ അധികമായിട്ട് വരുന്നത് ശ്രദ്ധയിൽപ്പെടാം. അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഫാറ്റി ലിവറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണോ ആലോചിക്കുന്നത്? ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പഞ്ചസാര നമ്മുടെ ശരീരത്തിന് അത് വേണ്ട വിധം ശരിയായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റാതെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെ കുറെ നാൾ നിൽക്കുന്ന സമയത്ത് അത് പിന്നീട് പ്രമേഹത്തിലേക്ക് പോവാൻ സാധ്യതയുണ്ട്, ഫാറ്റി ലിവർ ആയിട്ട് വരാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഇതും നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത ഒരു ലക്ഷണം തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത്, നമ്മുടെ നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഇതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. നമ്മളുടെ കഴുത്തില് അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഈ പാലുണി പോലുള്ള സ്കിൻ ടാഗ്സ്, ഞാൻ ഇവിടെ പിക്ചർ കൊടുത്തിരിക്കാം കേട്ടോ. ഈ സ്കിൻ ടാഗ്സ് ഒക്കെ അധികമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ടോ എന്നൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതും നോർമൽ അല്ല. ഇനി അധികമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് ഉണ്ടാവാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളത് ഓർക്കുക. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബെല്ലി ഫാറ്റിനെ കുറിച്ചാണ്. നമ്മുടെ വയറ്, കുടവയറ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ, വയറ് കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. ഈ വയറ് കൂടുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് വിസറൽ ഫാറ്റ് കൂടാനും സാധ്യതയുണ്ട്. വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബെല്ലി ഫാറ്റ് എന്നൊക്കെ പറയുമ്പം വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ആന്തരിക അവയവങ്ങൾ, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ ചുറ്റിലും വരുന്ന ഒരു ഫാറ്റ് അക്യുമുലേഷൻ ആണ്. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അതല്ല. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ലിവറിന്റെ ഉള്ളില് സെൽസിൽ വരുന്ന ഫാറ്റ് അക്യുമുലേഷൻ ആണ്. രണ്ടും വ്യത്യാസമുണ്ട്. പക്ഷെ ഈ വിസറൽ ഫാറ്റ് ഒക്കെ കൂടുതലാണെങ്കിൽ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമില്ല. നമ്മൾ അതിന് ഒരു ഇന്റർവെൻഷൻ സ്വീകരിക്കേണ്ട സമയമായിട്ടുണ്ട്. അതും ഈ വിസറൽ ഫാറ്റ് ഒക്കെ കൂടുതലുള്ള ആൾക്കാരിലും ഈ ഫാറ്റി ലിവർ പോലെ ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. അപ്പൊ കൂടുതലായിട്ട് നിങ്ങൾക്ക് വയറുണ്ടെങ്കിൽ, വയറിങ്ങനെ ചാടി നിൽക്കുന്ന പോലെ ഉണ്ട്, നിങ്ങൾ പല ഡയറ്റും വർക്കൗട്ടും ഒക്കെ ചെയ്തിട്ടും കുറവില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന്റെ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി പറയാൻ പോകുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ബ്ലഡിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ലിവർ ഫംഗ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ചിലരൊക്കെ നോക്കിയിട്ടുണ്ടാവും. ലിവർ ഫംഗ്ഷൻസ് നോക്കിയിട്ട് നോർമൽ ആയിട്ടുള്ളവരുണ്ടാവും. ഇനി അബ്നോർമൽ വാല്യൂസ്, അതിൽ വ്യതിയാനങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടാവും. വ്യതിയാനങ്ങൾ കണ്ടിട്ടും നിങ്ങൾ അത് അവഗണിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ഒന്നുകൂടി, ഒരു 3 മാസം മുന്നേ ഒക്കെയാണ് മുന്നേ ബ്ലഡ് ചെക്ക് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പോയി ചെക്ക് ചെയ്തിട്ട് നോർമൽ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ എടുത്തിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ റിവേഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾക്ക് ഇത് കൺഫേം ചെയ്യാനായിട്ട് എപ്പോഴും സ്കാൻ തന്നെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫാറ്റി ലിവർ കൺഫേം ചെയ്യാനായിട്ട് നമ്മളൊരു USG ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഏഴാമത്തെ ചോദ്യം അതാണ്. നിങ്ങൾക്ക് USG, അതായത് ഒരു സ്കാൻ, വയറിന്റെ ഒരു സ്കാൻ എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ഗ്രേഡ് 1 ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഫാറ്റി ലിവർ ചേഞ്ചസ് എന്നൊക്കെ എഴുതി തന്നിട്ടുണ്ടോ നിങ്ങളുടെ സ്കാൻ റിപ്പോർട്ടിൽ എന്നുള്ളതാണ്. പല ആൾക്കാരും ഗ്രേഡ് 1 അല്ലേ, ഗ്രേഡ് 2 അല്ലേ, ഇത് ചെറുതാണ്, എൻ്റെ അടുത്ത് ഡോക്ടർ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. തീരെ ശരിയല്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ ഗ്രേഡ് 1 കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം അതാണ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കാണ്ട് നമ്മളുടെ ഈ ഒരു അലസമായിട്ടുള്ള ജീവിതശൈലി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ പറഞ്ഞ ഈ ഒരു അധികമായിട്ട് ഷുഗർ കഴിക്കുന്ന ഈ ഒരു തെറ്റായിട്ടുള്ള ജീവിതശൈലി തുടർന്നുകൊണ്ട് പോകുമ്പോൾ ഈ ഗ്രേഡ് 1 ഗ്രേഡ് 2 ആവും, ഗ്രേഡ് 2 പിന്നീട് ഗ്രേഡ് 3 ആവും. പിന്നെ അത് ലിവറിന് കൂടുതലായിട്ടുള്ള ഡാമേജിന് കാരണമാക്കും. പിന്നെ നമുക്ക് ഒരിക്കലും അത്ര എളുപ്പത്തിൽ അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കും അത് പോയേക്കാം. അതുകൊണ്ട് ഒരിക്കലും ഗ്രേഡ് 1 അല്ലേ, അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ കൺസൾട്ടേഷൻ എടുക്കുക. ഗ്രേഡ് 1 ഫാറ്റി ലിവർ എന്ന് നിങ്ങളുടെ സ്കാൻ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് പറയുന്ന ഇതാണ്, നിങ്ങളുടെ ജീവിതശൈലി മാറ്റാനുള്ള സമയമായിട്ടുണ്ട്. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് സ്വീകരിക്കുക, വ്യായാമം ചെയ്യുക എന്നൊക്കെയുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. പിന്നെ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഫാറ്റി ലിവർ ഒക്കെ
ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് റിവേഴ്സ് ചെയ്യാനായിട്ട് നമ്മളൊരു ഫാറ്റി ലിവർ റിവേഴ്സൽ പ്രോഗ്രാം ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ ഈ പറയുന്ന ചില ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾക്ക് അതേ എന്ന് ഉത്തരം വന്നിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് എന്നൊക്കെ അറിയാനായിട്ടും ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി ഒരു കാര്യം കൂടി പറയണം, ഇത് ശരിക്കും ആദ്യമേ പറയേണ്ട ഒരു കാര്യമായിരുന്നു. ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് ആൽക്കഹോൾ കഴിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഫാറ്റി ലിവർ വരുന്നതെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് ഫാറ്റി ലിവർ രണ്ട് രീതിയിലാണ്, ആൽക്കഹോളിക്കും നോൺ ആൽക്കഹോളിക്കും ഉണ്ട്. അപ്പൊ ഇപ്പൊ കൂടുതലായിട്ട് മദ്യപാനം കൊണ്ടല്ലാത്തത് ആയിട്ടുള്ള ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കാം? നമ്മുടെ ഈ ഒരു ജീവിതശൈലി തന്നെ, വ്യായാമം ഒന്നുമില്ല, സെഡൻഡറി ആയിട്ടുള്ള അലസമായിട്ടുള്ള ഒരു ജീവിതശൈലിയാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, കൂടുതലായിട്ട് പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ബേക്കറി ഐറ്റംസ്, അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, പിന്നെന്താ ഷുഗറി ആയിട്ടുള്ള പാക്കറ്റഡ് ഡ്രിങ്ക്സ്, ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ ഇങ്ങനെ പാക്കറ്റിൽ വരുന്നതൊക്കെ വാങ്ങിച്ച് കഴിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ടാവുന്നത്. മദ്യപാനം ഇല്ലാത്തവരിലും ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മദ്യപിക്കുന്നില്ലല്ലോ അപ്പൊ എനിക്ക് വരില്ല എന്ന് ആരും വിചാരിച്ചിരിക്കരുത്. എല്ലാവരും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ റൂട്ടീൻ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ ആരോഗ്യത്തോടെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താനും കൂടി ശ്രദ്ധിക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, കൂടുതലായിട്ട് ഇപ്പം ഒരു കോൺട്രവേഴ്സി ആണല്ലോ ആയുർവേദ മരുന്നുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ലിവറിന് പ്രശ്നം വരുന്നുള്ളത്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ കൂടി പറയണമല്ലോ. നമ്മൾ ഒരിക്കലും ഒരു ആയുർവേദ മരുന്ന് ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ഒരു നിശ്ചിത കാലയളവിലേക്ക് കഴിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ലിവറിന് ഒരു പ്രശ്നവും വരില്ല. എപ്പോഴാണ് ഇത് പ്രശ്നമാവുന്നത്? ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു ഫിലിം ഒക്കെ റിലീസ് ചെയ്തല്ലോ, അതിൽ നമ്മൾ കണ്ടു അരിഷ്ടമൊക്കെ ഇങ്ങനെ ഒരു അച്ഛൻ ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് അരിഷ്ടം ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് കുടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പൊ അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. മരുന്നെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോയിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാനുള്ള ഒന്നല്ല. അങ്ങനെ നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ആയിട്ട് അത് വരുന്നത്. അങ്ങനെ ഏത് മരുന്നും നമ്മൾ യഥേഷ്ടം ആയിട്ട് കഴിക്കുമ്പം അതിനനുസരിച്ചുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാവും. അതിപ്പോ ആയുർവേദം എന്ന് മാത്രമല്ല, അലോപ്പതി മരുന്നുകൾ എടുക്കുകയാണെങ്കിൽ പെയിൻ കില്ലേഴ്സ്, ചില പെയിൻ കില്ലേഴ്സ് ലിവർ ഡാമേജും റീനൽ ഫംഗ്ഷന് വരെ പ്രശ്നം വരുത്തുന്ന മരുന്നുകളുണ്ട്. എന്ന് വെച്ച് നമുക്ക് അത് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതൊരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ അത് കഴിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ എപ്പോഴാണ് പ്രശ്നം വരിക? എന്ത് വേദന, തലവേദന, പല്ലുവേദന ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഡോക്ടറെ കാണിക്കാണ്ട് അപ്പം പോയിട്ട് ഫാർമസിയിൽ നിന്ന് നമ്മൾ ഒരു പെയിൻ കില്ലർ എന്ന് പറഞ്ഞ് വാങ്ങി കഴിക്കുകയാണ്. ദീർഘകാലമായിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ്. പിന്നെ ഈ ഷുഗറിന്റെ മെഡിസിൻ ദീർഘകാലമായിട്ട് കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ സൈഡ് എഫക്ട് ആയിട്ട് ലിവർ ഡാമേജ് ഒക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ എല്ലാ മരുന്നുകൾക്കും ഈ പറഞ്ഞ സൈഡ് എഫക്റ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത് ആയുർവേദ മരുന്നിന്റെ മാത്രം പ്രശ്നമല്ല. നമ്മൾ മരുന്നുകൾ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന്റെ കാര്യം. എപ്പോഴും ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ മരുന്ന് വാങ്ങിച്ച് കഴിക്കുക എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.